ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. എടാ മക്കളെ, ഇന്ന് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല. എല്ലാവരും പറയുന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വളരെയധികം രീതി നിയമനം നടക്കുന്നുണ്ട്. എത്രമാത്രം നിയമനം നടക്കുന്നുണ്ട്? അതായത് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു ഡിഗ്രി ലെവൽ പരീക്ഷ നോക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ, ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ, ഞാനിപ്പം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്തൊക്കെ ചർമ്മത്തിൽ സജസ്റ്റ് ചെയ്ത പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്. നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത ഉണ്ട് എങ്കിൽ കേരള PSCയുടെ ചരിത്രത്തിൽ ഒറ്റ പോസ്റ്റിൽ ഏറ്റവും അധികം കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഏക പോസ്റ്റ് എന്ന് പറയുന്നത് അത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS ആണ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കാരണം ഇതൊരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല. ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൽ കഴിഞ്ഞ തവണകളിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് ആയിട്ട് പോലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൽ റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്തു. റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നമ്മളിപ്പം നിയമന നില നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു നിയമന നിലയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം PSC സൈറ്റിൽ കയറി നോക്കിയപ്പോൾ വളരെ ഫാസ്റ്റായിട്ടൊരു അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നു ഇല്ലേ. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പം ജൂനിയർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 LDC എക്സെട്ര 653/2021 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏകദേശം വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ് എക്സെട്ര, ഓർഗനൈസേഷൻ ബോർഡ്, KSRTC, KLDB, അപ്പം അങ്ങനെയുള്ള KSFE അങ്ങനെയുള്ള കുറേ പോസ്റ്റിലേക്ക് നടന്നിട്ടുള്ള എക്സാമാണ്. 29/1/2024 വന്നു. ഏകദേശം ഇതുവരെ 769 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് 5/8/2025 769ഓളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതുപോലെ 5/8/2025 ആണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. അത് ഈ മാസം 5-ാം തീയതി, ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് 2025 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. അതുവരെ എത്ര 769 അഡ്വൈസുകൾ പോയത്. ക്ലിയർ ആയില്ലേ? അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 769ഓളം വരുന്ന അഡ്വൈസുകൾ പോകണമെങ്കിൽ ഏകദേശം 3000-4000 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടൊരു വലിയൊരു ലിസ്റ്റാണ്. ഇതിൻ്റെ കാലാവധി കഴിയുന്നിടം വരെയും കഴിഞ്ഞ തവണ ഒരു 3000-അടുത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ജോലി ഉറപ്പാണ്. ജോലി വളരെയധികം ഉറപ്പുള്ളൊരു ജോലി തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്. അത് നിയമന നിലയാണ് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചത്. ഈ നിയമന നില നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പഠനം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയും, നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനമേ വരുള്ളൂ. പിന്നെ ഏകദേശം 1 വർഷത്തോളം സമയം കിട്ടും നമുക്ക് പഠിക്കാൻ. പരീക്ഷ വന്നു, പരീക്ഷ പഠിക്കാൻ ഏകദേശം അത്രയും സമയം ഉണ്ടെങ്കിൽ പോലും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ പ്രിലിംസും ഉണ്ടാവും, മെയിൻസും ഉണ്ടാവും. പ്രിലിമിനറി പരീക്ഷയും മെയിൻസ് പരീക്ഷയും നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ? ഫൈനൽ ലെവലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ വരുത്തുള്ളൂ. അപ്പം അതിൻ്റെതായിട്ട് സമയങ്ങൾ, പ്രിലിംസും മെയിൻസും ഉണ്ടായാലും വളരെ എക്സാമിന് വളരെയധികം ടൈം എടുക്കും. നോട്ടിഫിക്കേഷൻ വന്ന ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷകൾ നടക്കും. അപ്പോൾ കൃത്യമായി നിങ്ങളുടെ പഠനം ഇന്ന് തന്നെ തുടങ്ങിയില്ല എങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചു ഇതും ജിങ്കാലാലയായിപ്പോവും. ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ജിങ്കാലാലയായാലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇനി അടുത്തൊരു പോസ്റ്റ് വരുന്ന ഡിഗ്രി ലെവൽ പോസ്റ്റ് വരാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലുള്ളത് വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പം ഏകദേശം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും ഒക്കെ ഒരേ സമയത്തൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ വരുന്നതുമൊക്കെ. ഒരേപോലെ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് നടക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. പക്ഷേ ഇതിന് ശേഷമുണ്ടാകുന്ന ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എന്തായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ചിലപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷയായിരിക്കും, പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിരിക്കും, വീണ്ടും പിന്നെ എത്ര നാളെടുക്കും? അപ്പോൾ ഞാൻ പറയുന്നത് അവിടെയൊക്കെ നിയമന സാധ്യതകൾ വളരെ കുറവാണ്.
അവിടെ ഉണ്ടാകുന്ന നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ 10, 150, 100, 200 അല്ലെങ്കിൽ 300 വരുമ്പം ഇവിടെ 1000 കടന്നാണ് നിയമനങ്ങൾ പോകുന്നത്. അപ്പം എന്തുകൊണ്ടും പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ള ഉറപ്പുള്ള ഒരു തസ്തിക തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക. ചുരുങ്ങിയ കാലയളവ് തന്നെ ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. സോ ഇത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സമയമാണ്. ഇന്ന് തന്നെ നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് AZD അക്കാഡമി ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് മാത്രം, എക്സ്ക്ലൂസീവ്ലി ഫോർ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ, നമ്മൾ അതിൻ്റെ ഫെസിലിറ്റീസ് പറയാൻ പോവാണ്. ഒന്ന് ഡെയിലി സ്റ്റഡി പ്ലാനാണ്. നിങ്ങൾക്കൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. ആ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഞാൻ പറയുന്നു, മെയിൻസിലേക്ക് വരുമ്പോഴും പ്രിലിംസിലേക്ക് വരുമ്പോഴും ഏകദേശം സിലബസിൽ ഏകദേശം വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ കൃത്യമായ ഒരു ഡെയിലി പ്ലാനോടുകൂടി, ഡെയിലി റിട്ടീനോടുകൂടി നിങ്ങൾ പഠിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തിലേക്കാൻ പറ്റും? സിലബസ് കംപ്ലീഷനിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരം ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തരും. ആ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സ്കോറുകളിലേക്ക് എത്താൻ പറ്റും. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ് തരുന്നത്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത വീക്ക്ലി മോക്ക് ടെസ്റ്റുകളാണ്. അതായത് ഒരു പരീക്ഷയെ നിങ്ങൾ വിജയിക്കണമെങ്കിൽ അവിടെ എത്രമാത്രം നിങ്ങൾ പരീക്ഷ എഴുതണം? ഒരുപാട് മോക്കുകൾ ചെയ്ത് നോക്കണം. അത്രമാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം വിജയം നിങ്ങൾക്കുണ്ടാവും. അപ്പം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും ഏറ്റവും വലിയ പ്രത്യേകത PYQ പ്രാക്ടീസ്. കഴിഞ്ഞ എത്ര ഡിഗ്രി ലെവൽ പരീക്ഷകൾ കഴിഞ്ഞു അതിൻ്റെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസും മെയിൻസുമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് തരും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് നല്ല സ്കോറുകളും നേടാൻ സാധിക്കും. അതുപോലെ സ്പെഷ്യൽ കറണ്ട് അഫെയർസ് സെഷനുകളുടെ ക്ലാസ്സുകളുണ്ടാവും. അതുപോലെ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ മെൻറ്റർഷിപ്പ് ടീമും റെഡിയാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ സെഷനും ഉണ്ടാവും. എൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ റിവിഷൻ സെഷൻ ഉണ്ടാവും. അതുപോലെ നിങ്ങളൊരു വലിയൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്പെഷ്യൽ മോട്ടിവേഷൻ സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു വലിയൊരു അവസരമാണ്. ഈ ഒരു അവസരം നിങ്ങൾ കളയരുത്. സോ ഞാൻ നിയമന നിലയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായി തയ്യാറെടുത്തിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ടീം ഉടനെ തന്നെ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ ഇങ്ങനെ പോകുന്നേക്ക് നമുക്ക് പഠിക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത സ്വപ്നത്തിലേക്ക് ഞങ്ങൾ കൈ പിടിച്ചു കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്നത്തേക്ക് ബൈ ബൈ. അടുത്ത PSCയുടെ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.